ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര മൈതാനത്തെ അനാവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ദേവസ്വം ബോർഡ് ആസൂത്രണം ചെയ്ത ചിറപ്പ് പന്തൽ, പിൽഗ്രിം ഷെൽട്ടർ എന്നിവയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടു. കോടതി ഉത്തരവുകളും ആചാരങ്ങളും ലംഘിച്ചുള്ള ഈ നീക്കത്തിനെതിരെ മാർച്ച് 14-ന് ക്ഷേത്രനടയിൽ ഉപവാസ സമരം നടത്താനാണ് ഭക്തജന സംഘടനകളുടെ തീരുമാനമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര മൈതാനത്ത് ദേവസ്വം ബോർഡ് നടത്തുന്ന പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന ചിറപ്പ് പന്തലും പിൽഗ്രിം ഷെൽട്ടറും അഴിമതിക്കും ധൂർത്തിനും വഴിമരുന്നിടുമെന്നാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആരോപണം. ക്ഷേത്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെ ഇത്തരം അനാവശ്യ നിർമ്മാണങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ദുരൂഹമാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രത്തിന്റെ ശോച്യാവസ്ഥയിലായ ചുറ്റുമതിൽ, ഗോശാല, നടപ്പന്തൽ എന്നിവയുടെ നവീകരണത്തിന് മുൻഗണന നൽകാതെയാണ് മൈതാനത്തെ വിസ്തൃതി കുറയ്ക്കുന്ന ഈ നീക്കം. ഇതിനെതിരെ മാർച്ച് 14-ന് തെക്കേ നടയിൽ ഭക്തജനങ്ങൾ ഉപവസിക്കും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു, ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ഷേത്രങ്ങളുടെ പരിപാലന ചുമതലയുള്ള ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വരുമാനമുള്ള രണ്ടാമത്തെ ക്ഷേത്രമായ ഏറ്റുമാനൂരിൽ അനാവശ്യമായി അനധികൃതമായി നടക്കുന്ന ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഏറ്റുമാനൂർ ശബരിമല പോലെ വലിയ വിവാദത്തിൽ അകപ്പെടേണ്ട ഒരു ക്ഷേത്രമാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിലാണ്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ പേരിലുള്ള തട്ടിപ്പിന്റെ പേരിലാണ് ഇന്ന് വിവാദമായി നിൽക്കുന്നതെങ്കിൽ ആ വിവാദത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ പലവിധത്തിലുള്ള ചുമതലകളിൽ ഇരുന്നിട്ടുള്ള സ്ഥലമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം. പുരാരിബാബു അടക്കം, അതുപോലെ കൊടിമര നിർമ്മാണത്തിന്റെ അനുമതിയിൽപ്പെടുന്ന അഡ്വക്കേറ്റ് കുറുപ്പടക്കം ഇവരെല്ലാവരും സംശയത്തിന് നിഴലിലാണ്. ഇവിടെ തന്നെയാണ് പലവിധ നിർമ്മാണങ്ങൾ പാടില്ലാത്ത, ദേവഗീതം മാനിക്കാതെ, കോടതി വിധി മാനിക്കാതെ ചില നിർമ്മാണങ്ങൾ നടക്കുന്നത്. ഏറ്റവും അവസാനമായി ഏറ്റുമാനൂര് ഫെൻസിങ് ഏരിയയിൽ അവിടെ തന്നെ വിരിപ്പന്തലും പിൽഗ്രിം സെന്ററും കെട്ടാൻ വേണ്ടി തീരുമാനിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, എഴരപ്പൊന്നാന എഴുന്നള്ളിപ്പ്, അതുപോലെ ആട്ടവിശേഷം, അതുപോലെ ആറാട്ട് എല്ലാം വരുന്ന സമയത്ത് 9 ആനയെ എഴുന്നള്ളിച്ച് നിർത്തി ഭഗവാൻ അല്ലെങ്കിൽ അവിടുത്തെ മൂർത്തികൾ എത്തി നിൽക്കുന്ന സ്ഥാനമാണ് അവിടുത്തെ മണ്ഡപം. ആ മണ്ഡപത്തിന്റെ 10 മീറ്റർ പോലും അകലമില്ലാതെയാണ് പുതിയ നിർമ്മാണം വരുന്നത്. അവിടെ ഒരു നിർമ്മാണവും പാടില്ല എന്ന് കോടതി വിധിയുണ്ട്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.